ഗുരുദേവ കഥകൾ വായിച്ച നിങ്ങൾക്ക് ആ കഥകളിലെ ഏതാനും ചില കാര്യങ്ങളെങ്കിലും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടാവാം. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം ജനനം മുതൽ മഹാസമാധി വരെ 5 പുസ്തകങ്ങൾ വായിച്ചു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ 33 ചിത്രങ്ങളായി ചോറ്റാനിക്കരയിലെ സുധർമ്മ ഗിരിജൻ വരച്ചു കാണിച്ചിരിക്കുന്നു. തൻ്റെ പ്രവൃത്തി അധകൃതരുടെ ഇടയിലാണെന്നും തൻ്റെ ഉദ്ദേശം അധകൃതോന്നമനമാണെന്നും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ എന്ന പോലെ ജ്ഞാനസിദ്ധി കഴിഞ്ഞ് കാര്യപദ്ധതിയിൽ ഇറങ്ങുന്നതിന് മധ്യത്തിലുള്ള ആ കാലത്ത് നാരായണ ഗുരുസ്വാമി പാവങ്ങളുടെ ഇടയിൽ ജീവിക്കുകയും അവരുടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു പോന്നു. മുക്കുവരുടെ കൂടെ ഒന്നിച്ചു ചേർന്ന് മത്സ്യം പിടിക്കുന്നതിൽ സഹായിക്കുന്നതിലും ഉത്സുകനായിരുന്നുവെന്ന് കാണുന്നു. കിട്ടുന്നതൊക്കെ ഭക്ഷിക്കും. കിടപ്പ് മുക്കുവർ കടപ്പുറത്തിട്ടിരുന്ന വലയിലായിരുന്നു. സ്വാമികൾ ചെന്ന് വല തൊട്ടാൽ അന്ന് മത്സ്യം അധികം കിട്ടുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. നാണു ആശാൻ മലയിൽ തപസ് കഴിഞ്ഞ് നാട്ടിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും പല അത്ഭുതങ്ങളും നടത്തുന്നുണ്ടെന്നുമുള്ള വാർത്തകൾ ജനങ്ങളുടെ ഇടയിൽ പരന്നു തുടങ്ങി. ഈ സമയം അവിടുത്തെ നാണുസ്വാമി എന്ന് പറഞ്ഞു തുടങ്ങിയത്. ചിലർ നാണുസ്വാമിയുടെ ആധ്യാത്മജ്ഞാനത്തിൽ വിശ്വസിക്കുകയും ചിലർ അവിടുത്തെ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും വേറെ ചിലർ സാധാരണ കാണാറുള്ള ഭിക്ഷക്കാരുടെ കൂട്ടത്തിൽ ഗണിച്ചു പോരുകയും ചെയ്തു. പരേതനായ ചാവേർക്കോട്ട് കൊച്ചു ചെറുക്കൻ വൈദ്യർ അവർകൾ ഒരു ദിവസം രാവിലെ വഴിയിൽ ഒരു പുലയക്കുടിലിൽ കോമളനായ ഒരാൾ കയറി നിൽക്കുന്നതായും അടുപ്പിൽ നിന്ന് എന്തോ കോരിയിട്ട് തിന്നുന്നതായും ആ അവസരത്തിൽ അവിടുത്തെ പുലൈ അമ്പരന്ന് ദൂരെ മാറി നിൽക്കുന്നതായും കണ്ടു. പച്ചപ്പുതപ്പും പുതച്ചു നിൽക്കുന്ന ആൾ നാണുസ്വാമിയാണെന്ന് ബുദ്ധിമാനായ വൈദ്യർ ഉടനെ തന്നെ മനസ്സിലാക്കി. അടുത്തു ചെന്ന് സ്വഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. എവിടേക്കാണെന്ന് സ്വാമി ചോദിച്ചപ്പോൾ ചാവേർക്കോട്ടാണെന്ന് പറയുകയും ഓ, നാം കേട്ടിട്ടുണ്ട്, എന്തിനു വരണം എന്ന് സ്വാമികൾ ചോദിച്ചു. കുളിയും മറ്റും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് വൈദ്യർ കൂട്ടിക്കൊണ്ടുപോയി. ഒരു ദിവസം തമിഴ്നാട് സ്വദേശികളായ ഒരു ചെറിയ സംഘം ആളുകൾ ദിവ്യപുരുഷനെ കാണുന്നതിന് അരുവിപ്പുറം മലയിൽ വന്നു. മലയുടെ മുകളിൽ നിന്നുകൊണ്ട് അതിന്റെ താഴ്വരയിൽ വരുവാനായി ആ ദിവ്യ മനുഷ്യൻ ആംഗ്യം കാണിച്ചു. തപസിയും മലയുടെ അടിയിൽ വന്ന് സൗകര്യമായ ഒരു സ്ഥലത്ത് അവരെ സ്വീകരിച്ചു. വന്ന കാര്യം അവർ അറിയിച്ചു. സംഘത്തിന്റെ നേതാവിന്റെ പ്രിയപുത്രന് വളരെ കാലമായി വായ്പുണ്ണുണ്ടായി. ചികിത്സകൾ പലതും കഴിഞ്ഞു. ആഹാരം ഒന്നും കഴിക്കുവാൻ മേല, പാല് മാത്രം. എത്ര നാൾ ജീവിക്കും? അങ്ങനെയെല്ലാം കേട്ടു. ഇരിക്കട്ടെ, നിങ്ങൾക്ക് ആഹാരത്തിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടെങ്കിൽ തയ്യാറാക്കുക എന്ന് പറഞ്ഞു. ഒട്ടു വളരെ ഭയന്ന് ആറ്റിൽ നിന്ന് വെള്ളമെടുത്ത് അരവെച്ചു. തമിഴരുടെ സാമ്പാറും ഉണ്ടാക്കി. തപസ്വിക്ക് ഉണ്ണാൻ ആദ്യം ഇല വെച്ച് വിളമ്പി, മറ്റുള്ളവർക്കും വിളമ്പി. രോഗിയും ഭാര്യയും ഊണിന് പങ്കെടുക്കാതെ ഒഴിഞ്ഞു നിന്നു. ഗുരു പറഞ്ഞു അവർക്കും ഇല വെച്ച് വിളമ്പി. തപസ്വി ചോറിൽ സാമ്പാർ കറി ഒഴിച്ച് ഒരുരുള ചോറുരുട്ടി രോഗിക്ക് തിന്നാൻ കൊടുത്തു. ധൈര്യമായി തിന്നാൻ പറഞ്ഞു. തിന്നു. രോഗം മാറി. ഇലയിൽ വിളമ്പിയ ചോറ് വയറ് നിറയെ കഴിച്ച് സുഖമായി നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ അവർ തിരിച്ചുപോയി.